ലീ സിസ്റ്റർ പറഞ്ഞാട്ടെ. പാസ്റ്റർ ഈ പാസ്റ്റർ പ്രവാചകന്മാരെ പറ്റി പറഞ്ഞപ്പോ, അതായത് പേരില്ലാത്ത പ്രവാചകന്മാരെ പറ്റി പറഞ്ഞപ്പോ ഞാൻ ഓർത്തൊരു കാര്യം, താജുദ്ദീൻ എന്നൊരാള് അച്ചൻകുഞ്ഞ് ബ്രദറിന്റെ റൂമില് ഒരിക്കൽ വന്നപ്പോ ഞാൻ ഈ ചോദ്യം ചോദിച്ചു, നിങ്ങളുടെ പ്രവാചകന്മാരെവിടെ? എല്ലാ നാട്ടിലേക്കും പോയ പ്രവാചകന്മാർ അവരവരുടെ ഭാഷയിലാണ് അവരവിടെ സംസാരിച്ചതെന്നാണ് പറഞ്ഞത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, സായിബാബ, ശ്രീരാമൻ, ശ്രീകൃഷ്ണൻ, സായിബാബ, ഹനുമാൻ, ഇങ്ങനെയുള്ള ആൾക്കാരെല്ലാം അള്ളാഹു അയച്ച പ്രവാചകന്മാരാണെന്ന് പറഞ്ഞു. അതിനുശേഷം അദ്ദേഹത്തെ പിന്നെ എവിടെയും കണ്ടിട്ടേ ഇല്ല. ഒരുപക്ഷെ അവര് ജയിലിൽ അടച്ചു കാണും. അതൊരു കാര്യം. പിന്നൊരു കാര്യം, മുഹമ്മദ് എപ്പോഴും പറയാറുള്ള ഒരു കാര്യമായിരുന്നല്ലോ, ഡു ഇറ്റ് ഡിഫറെന്റ്ലി, ഡു ഇറ്റ് ആക്ട് ഡിഫറെന്റ്ലി. അതായത് യഹൂദന്മാർ എന്ത് ചെയ്തോ അതിന് നേരെ ഓപ്പോസിറ്റ് ചെയ്യണമെന്ന് അദ്ദേഹത്തിന്റെ ഒരു നിർദ്ദേശമായിരുന്നല്ലോ. അപ്പൊ ഈ ഡു ഇറ്റ് ഡിഫറെന്റ്ലി എന്ന തത്വപ്രകാരം ബൈബിളിൽ ഏതൊക്കെ ആൾക്കാരാണോ ദൈവത്തിന് വിരോധമായി പ്രവർത്തിച്ചത്, ആ പ്രവർത്തികളെ താൻ ഏറ്റെടുത്തു പ്രവർത്തിച്ചു എന്നുള്ളതും കാണാൻ പറ്റും മുഹമ്മദ്. അതായത് ലോത്തിന്റെ പുത്രിമാര് അപ്പനെ കള്ളു കുടിപ്പിച്ചിട്ട് അവരിൽ നിന്ന് മക്കളെ നേടിയെടുത്തു. അപ്പൊ അതേപോലെ സ്വന്തം മകളായ ഫാത്തിമയെ അവളുടെ ശരീരം വല്ലാത്ത രീതിയിൽ ഇദ്ദേഹം ഉപയോഗിക്കുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പൊ ലോത്തിന്റെ മാതൃക ശരിക്കും പിന്തുടർന്നത്, ബൈബിളിൽ പറഞ്ഞിരിക്കുന്നു, ലോത്ത് വലഞ്ഞു പോയ നീതിമാൻ. മനസ്സിൽ നീതിയുണ്ട്, പക്ഷെ പ്രവൃത്തി കാരണം വലഞ്ഞുപോയി. പക്ഷെ ആ നീതിമാൻ, ആ വലഞ്ഞു പോയ ആളുടെ പ്രവൃത്തി, മക്കളോടുള്ള മക്കളോടുള്ള ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളെല്ലാം ഈ ഫാത്തിമയോട് ചെയ്തതായിട്ടും ആയിഷ പോലും അത് ചോദ്യം ചെയ്തതായിട്ടും, അപ്പൊ അതിനൊരു ഉരുണ്ടുകളി ഉത്തരം കൊടുത്തതായിട്ടും നമുക്ക് കാണാൻ പറ്റും. അപ്പോ ഈ ലോത്തിനെ പ്രവാചകനാക്കിയത് ഇക്കാരണങ്ങൾ കൊണ്ടൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ തന്നെ താഴെ ഇരിക്കുന്ന അത് യഹിയായോ ഫഹദോ മറ്റോ ആയിരിക്കും, പറഞ്ഞു താമാർ എന്ന സ്ത്രീയെ പറ്റി. അപ്പൊ താമാറിന്റെ മാതൃക ശരിക്കും ഫോളോ ചെയ്തത് മുഹമ്മദ് തന്നെയാണ്. ഒരിക്കലും വിവാഹം കഴിക്കാൻ പാടില്ലാത്ത മരുമകളെ പോയി മകനെ കൊണ്ട് വിവാഹമോചനം, തലാഖ് ചൊല്ലിച്ചിട്ട് കല്യാണം കഴിച്ചത് ആരാണ്? അപ്പോ തമാറും യൂദായും ചെയ്ത തെറ്റ് ഫോളോ ചെയ്തതും നിങ്ങളുടെ പ്രവാചകൻ തന്നെ. ഇങ്ങനെ യഹൂദന്മാർ എന്തൊക്കെ തെറ്റാണ്, അതായത് ദൈവം ഇതിനെയൊക്കെ തെറ്റായിട്ട് തന്നെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. കർത്താവ് പറഞ്ഞിട്ടല്ല അവരൊന്നും അത് ചെയ്തത്, ദൈവത്തിനെതിരായിട്ട് ചെയ്തു. അതിന്റെ ഒക്കെ ഫോളോവർ ആയിട്ട് കണ്ടത് ഈ മുഹമ്മദിനെയാണ്. അപ്പോ ഡു ഇറ്റ് ഡിഫറെന്റ്ലി, ആക്ട് ഡിഫറെന്റ്ലി എന്ന് മുഹമ്മദ് പറഞ്ഞത് വളരെ ശരിയാണ്. യഹൂദന്മാർക്ക് എന്തെല്ലാം തെറ്റായിരുന്നു, അവർ തെറ്റായ കാര്യങ്ങളെ അവരെങ്ങനെയാണ് കണ്ടിരുന്നത്, അതൊക്കെ ശരിയാക്കി മാറ്റിയ മഹാ ആളാണ് മുഹമ്മദ്. അതുപോലെ തന്നെ ഒരു യഹൂദ ഹിസ്റ്ററിയിലും പിഞ്ചു കുഞ്ഞുങ്ങളെ വിവാഹം കഴിച്ചതായിട്ട് കാണുകയില്ല. പക്ഷെ ഇവിടെ മുട്ടിലെഴുതിയ കുഞ്ഞിനെ പോലും ഒരു ലൈംഗിക ആസക്തിയോടെ നോക്കിക്കണ്ട ഇദ്ദേഹം വൃദ്ധസദനം വരെയുള്ള സ്ത്രീകളെ തേടി നടക്കുന്ന കാഴ്ചയാണ് ഇത്. ബൈബിളിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ആക്ട് ഡിഫറെന്റ്ലി, അദ്ദേഹം ശരിക്കും ആക്റ്റഡ് ഡിഫറെന്റ്ലി. ഇങ്ങനെ അനേകം നമ്മൾ ആലോചിച്ചാൽ കാണാൻ കഴിയും. 10 കൽപ്പനകളെ മുഴുവനും ആക്ട് ഡിഫറെന്റ്ലിയിൽ കൂടി കാണിച്ച ആളാണ് അദ്ദേഹം. ഓക്കെ, എനിക്ക് ഇങ്ങനെ ഓരോന്ന് ഓർക്കുമ്പോ ഇതൊക്കെയാണ് ഓർമ്മ വരുന്നത്. താങ്ക് യു ഫോർ ദ ടൈം പാസ്റ്റർ. ഇവിടെ ഞാൻ ഒരു കാര്യം കൂടി, ഒരു മാന്യൻ കമന്റ് ഇട്ടിരിക്കുന്നത് മഗ്ദലന മറിയ യേശുവിനെയും കുറിച്ചുള്ള ഒരു കഥയാണ്. അതിൽ പറയുന്നത്, മോശപ്പെട്ട സ്ത്രീയായ മഗ്ദലന മറിയെ യേശു സ്നേഹിച്ചു, മാപ്പ് കൊടുത്തിട്ട് കാമുകിയാക്കിയെന്നാണ്. എന്തൊരു പ്രയോഗമാണ്! മാപ്പ് കൊടുക്കുന്നത് തെറ്റാണോ? മാപ്പ് കൊടുക്കാൻ അധികാരമുള്ളതുകൊണ്ടാണ് മാപ്പ് കൊടുത്തത്. എല്ലാ മനുഷ്യർക്കും മാപ്പ് കൊടുക്കുന്ന കാരുണ്യമാണ് സുഹൃത്തെ ക്രിസ്തു. അല്ല, നിങ്ങൾ ഈ മാപ്പ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കൊടുക്കുന്നത് എന്താ? ക്രൂരമായ യുദ്ധമല്ലേ? മൂന്ന് നബി തലയെറിഞ്ഞാൽ അത് കാരുണ്യമാണെന്നല്ലേ ബാലുശ്ശേരി പ്രസംഗിച്ചേ? ഞങ്ങൾ മാത്രമാണോ കോളാമ്പി എത്ര നിരീശ്വരവാദികളെ ചാനൽ എടുത്തിട്ട് അലക്കി നിങ്ങളെ? അപ്പൊ നിങ്ങൾക്ക് എന്ത് ഈ കാരുണ്യത്തിന്റെ അർത്ഥം അറിയോ? കരുണ എന്ന് പറഞ്ഞ കാര്യങ്ങൾ കേട്ടിട്ടുണ്ടോ ജീവിതത്തിൽ? പാവിയായ മനുഷ്യരോട് കരുണയും ക്ഷമയും നൽകുന്നത് തന്നെയാണ് സുവിശേഷം.
അതാണ് ഞങ്ങളുടെ സന്ദേശം. അല്ല മനുഷ്യനെ വെറുക്കുന്നൊന്നും അല്ലത്. അപ്പൊ നിങ്ങൾക്കത് മനസ്സിലാകാത്തതിന്റെ കാര്യം, നിങ്ങളുടെ വിശ്വാസത്തിലെല്ലാം തന്നെ യാതൊരു ക്വാളിറ്റി മനുഷ്യ സമൂഹത്തിന് വേണ്ട ഒന്നും പറയാനില്ല. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഒരു മനുഷ്യനെ കൊല്ലുക. അപ്പോ അനിവാര്യ ഘട്ടത്തിൽ യുദ്ധത്തിന്റെ പേരിൽ ഒരുത്തനെ കൊന്നു, അത് പോട്ടെ. ഈ കൊന്ന മനുഷ്യന്റെ ശവശരീരത്തോട് പെരുമാറിയ 24 പേരെ പിടിച്ച് ഖൈബർ യുദ്ധം കഴിഞ്ഞിട്ട് നേരെ ഖൈബർ യുദ്ധത്തിൽ വന്ന അത്രയും പേരിൽ 24 പേരെ പിടിച്ച് ഒരു പൊട്ടക്കിണറ്റിൽ തട്ടിയിട്ടിട്ട് അവരുടെ ഞരക്കം കേൾക്കാൻ വേണ്ടിയിട്ട് അവിടെ ചില ദിവസങ്ങൾ കാത്തിരുന്നു. ചത്തു വീഴുന്ന മനുഷ്യന്റെ ഞരക്കം കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു സാഡിസ്റ്റിന്റെ മാനസികാവസ്ഥ നിങ്ങളൊന്ന് ഓർത്തേ. അങ്ങനെ എത്രയോ മനുഷ്യർ ഇന്നും ഉണ്ട്. അങ്ങനെയുള്ള മനുഷ്യരില്ലേ ഗുണ്ടകളിൽ പലരും ആഗ്രഹിക്കുന്നത് ഈ വെള്ളം കൊടുക്കാതെ കൊല്ലുക, അവൻ ഇങ്ങനെ ഞെരങ്ങുന്ന കേൾക്കുക, അപ്പോഴൊക്കെ മാനസികമായി സന്തോഷിക്കുന്ന സാഡിസ്റ്റുകളായ ആളുകൾ ഇന്നും ഉണ്ട്. ഇത് തന്നെയല്ലേ മുഹമ്മദ് കാണിച്ചേ? ഈ കിണറ്റിൽ കിടക്കുന്ന 24 മനുഷ്യരുടെ ശരീരം അവിടെ പിടഞ്ഞു വീണ് അവര് ആർത്തനാദം മുഴക്കുമ്പോ, കബന്ധങ്ങൾ ചിതറിക്കിടക്കുമ്പോ അവിടെ പറയാണ്, ഇന്നിന്നവന്റെ മകനെ അള്ളാഹുവിനോടും അവന്റെ ദൂതനോടും അനുസരണം കാട്ടിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്ന് ഇപ്പോൾ തോന്നുന്നുണ്ടോ? അപ്പോഴാണ് ഉമറോ മറ്റോ ചോദിക്കുന്നത്, അള്ളാഹുവിന്റെ ദൂതരെ, ഇതെന്താ ഈ മരിച്ച മനുഷ്യരോട് അങ്ങ് സംസാരിക്കുന്നത്? അത്ര പ്രതികാരമാണ്. ഒരു മനുഷ്യനെ കൊല്ലുന്നതോടെ തീരേണ്ടതാണ് കാര്യം, പക്ഷെ ആ പ്രതികാരം തീരാത്ത ഒരു കഠിന ഹൃദയൻ, അത് അങ്ങനെ. ഇനി ഓരോന്നും എടുത്തു നോക്ക്. പരിങ്ങൽ വരുന്നിടത്തൊക്കെ കോംപ്രമൈസിന് പോകും, തോറ്റു പോകുന്ന കാണേണ്ടത് കോംപ്രമൈസിന് പോകും. എന്നാൽ ദുർബലരെ കാണുമ്പോൾ കിരാതമായിട്ട് അരികല്ലേ, ഭീകരമായിട്ട് അരികല്ലേ. ഇനി അതൊരു വശത്ത്. രണ്ടിവിടെ ലീ സിസ്റ്റർ പറഞ്ഞു കഴിഞ്ഞു, ലോകത്ത് ഏതെങ്കിലും ഒരു മനുഷ്യന്, ഇവിടെ എന്താ ജബുവോ ഒരു കമന്റ് ഇട്ടിരിക്കുന്നത് കണ്ടു. ആ കമന്റിൽ അദ്ദേഹം പറയുന്നത് എന്താ, പ്രവാചകനെ എതിർക്കുന്നവർക്കെതിരെ ലോകം മുഴുവൻ തിരിഞ്ഞിരിക്കുന്നു. പ്രവാചകനെ, ഇദ്ദേഹം എങ്ങനെ പ്രവാചകനാകുന്നതെന്നാണ് ഞങ്ങൾ ഈ ചോദിക്കുന്നത്. സ്വയം പറയുന്നതല്ലാതെ ആരെങ്കിലും വിവരമുള്ളവൻ വല്ലതും പ്രവാചകനായിട്ട് സമൂഹം അംഗീകരിച്ചിട്ടുണ്ടോ? എവിടെയാണ്? പേടിച്ച ഈ മനുഷ്യരൊക്കെ അംഗീകരിക്കുന്നത്. ഇപ്പൊ ഈ നിങ്ങൾ ചില മൈക്കിളുകാർട്ടോ കുറെ എണ്ണത്തെയും കൊണ്ടുവരും, വേറൊന്നും ഇല്ലാത്തതുകൊണ്ട്. കാരണം നിങ്ങളെ പുകഴ്ത്തുമ്പോൾ കിട്ടുന്ന ഒരു പരിഗണനയുണ്ട്. ഞങ്ങളുടെ കൂടെ പലരും ഉണ്ട് ഇങ്ങനെ ഈ പുകഴ്ത്താൻ. അത് പഠിച്ചിട്ടില്ല അവര്. പഠിച്ചിട്ട് പറയാ വ്യാഖ്യാനിക്കുന്നതിൽ തെറ്റിപ്പോയെന്ന്. ഞങ്ങൾ വ്യാഖ്യാനിക്കുന്നേ ഇല്ല. പിടിച്ച് കിണറ്റിലിട്ട് മനുഷ്യനെ 24 പേരെ കൊന്നതിനകത്ത് എന്തോടോ വ്യാഖ്യാനം? അതിനെന്തിനാ വ്യാഖ്യാനിക്കുന്നത്? ഇത്രേ ഉള്ളൂ, മനുഷ്യനെ കൊന്നു. ക്രൂരനായൊരു മനുഷ്യൻ, ഭീകരത മാത്രം ജീവിതത്തിൽ ചിന്തിച്ചു പോകുന്നൊരു മനുഷ്യൻ. ആ മനുഷ്യൻ ഇതിപ്പോ എന്തോ ചെയ്യുന്നത്? നെക്സ്റ്റ്, ഈ ലോകത്താർക്കെങ്കിലും തോന്നുമോ ഇത്രയും ഒരു വയസ്സന്, നേരെ നിൽക്കാൻ ത്രാണിയില്ലാത്ത വയസ്സന്, മുട്ടിലിഴയുന്ന കുഞ്ഞ്, മുലകുടി മാറിയ കുഞ്ഞെന്ന് നിങ്ങളുടെ കിതാബിലല്ലേ എഴുതിയിരിക്കുന്നത്? മുലകുടി മാറിയ കുഞ്ഞിനോട് അവള് പ്രായമാണെങ്കിൽ കല്യാണം കഴിക്കും. ഇങ്ങനെ ലോകത്താരിലും പറയുമോ? നോക്കിയോ, ഒരു അധമൻ, 56 വയസ്സന്ന് പ്രായമുണ്ട് ഈ പുള്ളിക്ക്. 56 വയസ്സ് പ്രായമുള്ള മനുഷ്യൻ 3 വയസ്സിൽ മുലകുടി നിർത്തിയൊരു കുഞ്ഞിനെ, അല്ലെങ്കിൽ അത് താഴെയാണ് കുഞ്ഞിന്റെ പ്രായം. അപ്പോ ആ കുഞ്ഞിനെ കണ്ടപ്പോ അവളെ കെട്ടും എന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യന് മനോരോഗമല്ലേ? അല്ലെങ്കിൽ പിന്നെ എന്താണത്? നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞ എന്താ അത്? ഇനി ആയിഷയുടെ വീട് വിട്ടേക്ക്, നിങ്ങൾ അന്നത്തെ കഷ്ടമാണെന്നൊക്കെ പറയാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുന്നു? അത് ന്യായീകരിക്കാൻ വേണ്ടി ബൈബിളിൽ ഇല്ലാത്ത കാര്യങ്ങൾ ചേർത്തിട്ട് പറയുന്നു, ഇസഹാക്ക് ഇങ്ങനെ കേട്ടി. ആര് പറഞ്ഞു? മുഹമ്മദ് ഈസ. ഫസ്റ്റ് പാർട്ടിയാണ്. എന്തൊരു തെളിവെടുക്കുന്ന മുഹമ്മദ് ഈസ. ഓസേഫ് കല്യാണം കഴിക്കുമ്പോൾ 90 വയസ്സും മറിയയ്ക്ക് 12 വയസ്സുമായിരുന്നു. ഇതൊക്കെ എവിടുന്ന് കിട്ടി കഥ? ഇത് കഥകളാണ് നിങ്ങൾ ഈ പറയുന്നത്. ഹിസ്റ്റോറിക്കലി അതെല്ലാം തെറ്റാണ്. ഇനി അങ്ങനെ ആണെങ്കിൽ ലോകത്ത് മനുഷ്യന് പറ്റിയ അബദ്ധങ്ങൾ തിരുത്താൻ വന്നു എന്ന് പറയുന്ന മനുഷ്യൻ കൊടും അബദ്ധങ്ങളുടെ ഒരു സങ്കലനമായി മാറി. ഒരു നന്മയും പറയാനില്ലാത്ത പൈശാചികമായ ജീവിതവൃത്തികളുടെ ഒരാളായി മാറി. ഇനിയും പോട്ടെ, ഇങ്ങനെ മനുഷ്യനെ അവതരിപ്പിച്ച അള്ളാഹുവിന്റെ കേമത്തരം എന്താ? അള്ളാഹു വല്ല വിവരമുണ്ടോ അള്ളാഹുവിന്? അള്ളാഹു, ഞങ്ങൾ നിരന്തരം ചോദിക്കുന്നത് അള്ളാഹു ആത്മാവാണോ? ചോദ്യം ചോദിച്ചിട്ട് മറുപടിയില്ല. ഞങ്ങൾ എത്ര വർഷമായിട്ട് ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുക സുഹൃത്തെ. പകരം നിങ്ങൾ കുറെ തെറി പറയുന്നു, നിങ്ങൾ അതും ഇതൊക്കെ വിളിച്ച് കമന്റ് ഇടുന്നു. ഇതിനെ നിങ്ങൾക്ക് പറ്റൂ. ഞങ്ങൾ അതിനൊന്നും നിങ്ങളോട് എതിർക്കുകയല്ല. നിങ്ങൾക്ക് പറ്റുന്ന പണിയെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങളെ കുഴപ്പമില്ല. നിങ്ങളിപ്പോ എങ്ങനെ വന്ന് ഇതിന് മറുപടി പറയുന്നത്? മറുപടി പറയാൻ ആർക്കാ നിങ്ങളുടെ പറ്റുന്നത്? ഞങ്ങൾ മുമ്പോട്ട് വെക്കുന്ന ഒരു ആശയത്തിന് മറുപടി പറയാൻ പറ്റുന്ന ഒരുത്തനെങ്കിലും നിങ്ങളുടെ ഗ്രൂപ്പിലുണ്ടോ? നിങ്ങളുടെ സമൂഹത്തിലുണ്ടോ? 1400 വർഷത്തെ ഇസ്ലാമിന്റെ ചരിത്രത്തിൽ ക്രൈസ്തവൻ ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി പറയാൻ ത്രാണിയുള്ള ഒരുത്തനും എഴുന്നേറ്റിട്ടില്ല, അള്ളാഹു അടക്കം. മനസ്സിലാക്കിക്കൊള്ളണം. അള്ളാഹുവിന് പോലും കഴിയില്ല. കാരണം അള്ളാഹു ഒരു കാട്ടുബിംബത്തിന്റെ പേരാണ്. കുറൈശികൾ ആരാധിച്ചു പോന്നിരുന്ന കാട്ടുബിംബത്തിന് എങ്ങനെയാണ് ഞങ്ങളെ ചോദ്യത്തിന് മറുപടി പറയാൻ പറ്റുന്നേ? നിങ്ങളെ തഫ്സീറെഴുത്തുകാർക്ക് പറ്റിയിട്ടുണ്ടോ വല്ലതും പറഞ്ഞുതരാൻ? അപ്പൊ നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ പ്രശ്നം, നിങ്ങൾക്ക് അസഹിഷ്ണുത വരുന്നത് നിങ്ങളുടെ കുഴപ്പമല്ല. കാരണം ഉത്തരം മുട്ടിപ്പോകുന്നു. ഇപ്പൊ സൽമാൻ റുഷ്ദിയെ പോലൊരു മനുഷ്യൻ, അയാൾ ഇസ്ലാമിനെ വിമർശിച്ചു. അയാൾക്ക് നേരിട്ട വിപത്ത്, ഇപ്പൊ അതേ അത്യാസന നിലയിൽ നിന്ന് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഗുരുതരാവസ്ഥയിലാണ്, കണ്ണിന്റെ കാഴ്ച പൂർണ്ണമായിട്ടും നശിച്ചു. കാരണം എന്താ? ഈ വ്യാജനെ വിമർശിച്ചു, അത്രേ ഉള്ളൂ. മനസ്സിലായില്ലേ?
ഈ വ്യാജനെ വിമർശിക്കാതിരിക്കാനൊക്കോ? വ്യാജ പ്രവാചകൻ മനുഷ്യ സമൂഹത്തിന് ഒരു ഗുണവും ചെയ്യാതെ ഭീകരത മാത്രം ലോകത്തിന് ഉപദേശിച്ച, വ്യഭിചാരവും കിട്ടുന്ന സമയം മുഴുവൻ അധർമ്മത്തിന് വേണ്ടി ജീവിതം മാറ്റിവെച്ച ഒരു വ്യാജൻ. ഞങ്ങൾക്ക് അതിൽ പോലെ ഒന്നും തോന്നില്ല. ഇനി നിങ്ങൾ എങ്ങനെ പറഞ്ഞാലും അതിനകത്ത് ഞങ്ങൾക്ക് പേടിയില്ല, ഒരു ബുദ്ധിമുട്ടുമില്ല. നിങ്ങൾ കത്തിക്കുവോ, കൊല്ലുവോ, വെട്ടുവോ, തിന്നുവോ ഒക്കെ ചെയ്യേ, സകല ക്രൈസ്തവരെയും കൂടെ വെട്ടി ഭക്ഷിക്കും നിങ്ങൾ. നിങ്ങൾക്ക് എന്താ പ്രശ്നം? ഞങ്ങൾ അതിനും കണ്ട് പേടിച്ചു പോവില്ല. കാരണം എന്താ അറിയണ്ടേ? നിങ്ങളുടെ ഒരു വിധിയാണിത്, മറ്റേ എം മണി പറഞ്ഞ പോലെ. കാരണം നിങ്ങൾ അകപ്പെട്ടു പോയ ഒരു ദുരിതം ഞങ്ങൾ വല്ലതും ചോദിച്ചാണോ? വെറുതെ ഇരുന്ന ക്രൈസ്തവരായ ആളുകളെ നിങ്ങൾ വന്നിട്ട് പ്രകോപനം ഉണ്ടാക്കിയിട്ട് ചോദിച്ചു വാങ്ങുന്ന ശിക്ഷ ഇത്. ഞങ്ങൾ നിങ്ങളുടെ മതഗ്രന്ഥം കൃത്യം പഠിച്ചിട്ട് അവിടെ കിടക്കുന്ന കാര്യം പറഞ്ഞേ. ഇപ്പൊ ദേ ഫാത്തിമയെ പറ്റി ഒരു വിഷയം നമ്മളുടെ ലീ സിസ്റ്റർ പറഞ്ഞു. നിങ്ങൾ ചുണയുണ്ടെ വന്ന് കണ്ണിക്ക് ഒരു സഹോദരി, ഞങ്ങളുടെ ഇടയിൽ ഒരു സഹോദരിയാണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്. ഫാത്തിമ ആരാണ്? മുഹമ്മദിന്റെ മകൾ. ആ മുഹമ്മദിന്റെ മകളെ മുഹമ്മദ് സ്പർശിക്കുന്നത് കണ്ടപ്പോ ഭാര്യയായ ആയിഷയ്ക്ക് അതിൽ പൊരുത്തക്കേട് തോന്നുന്നു. സ്പർശനമൊന്നും അതിന് പറയാൻ പോരാ. ഇവിടെ പെമ്പിള്ളേർ രണ്ടുപേരിയ്ക്കുന്നു, നമുക്ക് നോക്കിയേ സംസാരിക്കാൻ പറ്റുള്ളൂ. അച്ഛൻ ഇരിക്കുന്നു, നമുക്ക് സംസാരിക്കുന്നതിൽ പരിമിതിയുണ്ട്. അപ്പോ കേവലമായിട്ട് നമ്മളൊക്കെല്ലാം, എനിക്ക് പെൺകുട്ടിയുള്ള ആളാണ്, നിങ്ങൾ പലർക്കും ഉണ്ടല്ലോ പെൺകുഞ്ഞുങ്ങളുണ്ടല്ലോ, ഒരപ്പൻ പെൺകുഞ്ഞിനോട് സ്പർശിക്കുന്നതോ ഒന്നും തെറ്റല്ല. പക്ഷെങ്കിൽ നിങ്ങളുടെ മതം പറയുന്നത് എങ്ങനെയാ? അപ്പന്റെ അടുത്ത് പെണ്ണ് പോയി നിൽക്കുമ്പോ സൂക്ഷിക്കണം, അങ്ങനെ വേണം ഇങ്ങനെ വേണം എന്നെല്ലാം പറഞ്ഞിട്ട് സ്വന്തം അപ്പന്റെ അരിയിൽ പോലും അകലം പാലിക്കാൻ ഇസ്ലാം പഠിപ്പിക്കുന്നു, പർദ്ദായിട്ട് നടക്കണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് മുഹമ്മദ് ആ പെൺകുട്ടിയുടെ മലയാള ഭാഷയിൽ പറഞ്ഞ അവളുടെ നാവ് ഉറിഞ്ചി എന്ന് എഴുതിയിരിക്കുക കൃത്യം. ആരെങ്കിലും ചെയ്യുവോ? ഒരപ്പൻ ചെയ്യുവോ? ഒരപ്പൻ മകളോട് ചെയ്യുവോ? ആയിഷയ്ക്ക് അത് കണ്ടപ്പോ അറപ്പ് തോന്നിയില്ലേ? ആയിഷയ്ക്ക് ചോദ്യം ചെയ്യേണ്ടി വന്നില്ലേ? അള്ളാഹുവിന്റെ ദൂതരെ, താങ്കൾ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിച്ചില്ലേ? ഒട്ടകങ്ങൾ കയ്യിൽ പോയി നിന്നപ്പോ അദ്ദേഹത്തിന് ഉദ്ദീപനാവസ്ഥ തോന്നുന്നു, അങ്ങ് എഴുതിയിട്ടില്ലേ? നിങ്ങളുടെ കിതാബിൽ ഇല്ലെങ്കിൽ ധൈര്യം കൊണ്ട് കയറി വന്നിട്ട് പറ. ഒട്ടകരതി നിങ്ങളുടെ കിതാബിലില്ലേ? അത് മുഹമ്മദ് ചെയ്തായിട്ടല്ലേ? അപ്പൊ ചുരുക്കി പറഞ്ഞാൽ മനുഷ്യനാണേലും കൊള്ളാം, മൃഗമാണേലും കൊള്ളാം, ഒട്ടകമാണേലും കൊള്ളാം, കുഞ്ഞാണേലും കൊള്ളാം, തള്ളയാണേലും കൊള്ളാം, മുഹമ്മദ് ഇങ്ങനെയുള്ള ആ സമൂഹത്തെ മുഴുവൻ വീക്ഷിച്ചത് ലൈംഗിക ഉപകരണമായിട്ടാണ്. ഞങ്ങൾ പഠിച്ച ഖുറാനിൽ ഇതേ ഉള്ളൂ, ഞങ്ങൾ പഠിച്ച ഹദീസിൽ ഇതേ ഉള്ളൂ. വിപരീതമായിട്ടുണ്ട് നിങ്ങൾ കയറി വന്ന് പരമാഷെ ഞങ്ങൾ മനസ്സിലാക്കട്ടെ, നിങ്ങൾ ഈ പറയുന്നതൊക്കെ തെറ്റാണ്. ഇനി അലൻ സാറിനെ പോലുള്ള ആളുകൾ പറയുക ഞങ്ങളുടെ വ്യാഖ്യാനത്തിലാ കുഴപ്പം. ഞങ്ങൾ എന്താണ് വ്യാഖ്യാനിച്ചതെന്ന് പറ. ഇതിൽ നിന്ന് വേറെ വ്യാഖ്യാനം ഉണ്ടോ? അതായത് ഫാത്തിമയോട് ഇടപെട്ട രീതി കണ്ടപ്പോ ആയിഷയ്ക്ക് സംശയം തോന്നി എന്ന് എഴുതിയിരിക്കുന്നതിന് വേറെ വ്യാഖ്യാനം ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങ് പറഞ്ഞു, ഞങ്ങൾ ആ വ്യാഖ്യാനം വിശ്വസിക്കാം. കാരണം വ്യാഖ്യാനത്തിലെങ്കിലും കുറെ മാന്യത ഉണ്ടെങ്കിൽ നിങ്ങൾ അത്രയും രക്ഷപ്പെട്ടു. മനസ്സിലായുണ്ടോ? എനിക്ക് തോന്നുന്നു ഈ അലൻ സാറിനെ കൊണ്ട് കുറെ തഫ്സീർ എഴുതിക്ക്, നിങ്ങളുടെ ഈ വലിയ വൃത്തികേടങ്ങ് മാറിക്കിട്ടട്ടെ. ഈ തോന്നിവാസം എല്ലാം കാണിച്ചിട്ട് അത് നന്മയാണ് എന്ന് പറഞ്ഞു നടക്കുന്ന നിങ്ങൾക്ക് അദ്ദേഹം ഏതെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ തരുമെങ്കിൽ അക്സെപ്റ്റ് ചെയ്യും. പക്ഷേ ഞങ്ങൾക്ക് എന്താ പ്രശ്നം? ഞങ്ങൾക്ക് അങ്ങനെയുള്ള നിങ്ങളോട് ഒരു പ്രശ്നവുമില്ല. അങ്ങനെ നിങ്ങൾ ചിന്തിക്കുന്നെങ്കിൽ നല്ലത്. കാരണം നിങ്ങളിൽ ഒരു യഥാർത്ഥ മനുഷ്യത്വം ഉണ്ട് എന്നുള്ളൊരു തെളിവാണ് മുഹമ്മദ് ചെയ്ത ഈ ചെയ്തികൾക്ക് വേറെ ഏതാണ്ട് അർത്ഥമുണ്ടെന്നാണ് നിങ്ങൾ പറഞ്ഞു വരുന്നെങ്കിൽ ഞങ്ങൾക്ക് അംഗീകരിക്കാൻ ഒരു മടിയില്ല. കുളിക്കാതെ ഒരു രാത്രി 11 ഭാര്യമാർക്കൊപ്പം ശയിക്കുന്ന ഒരു മനുഷ്യൻ നിങ്ങളുടെ കിതാബിലുണ്ടോ? ഇല്ല. ഉണ്ടോ? ഉണ്ടല്ലോ. അതിന് വ്യാഖ്യാനം ഉണ്ടോ? നിങ്ങൾ ഇനിയും പറയുക സ്ത്രീ അല്ല അവിടെ, അതൊരു പ്രതീകമാണ് അവിടെ. നന്ദി, നിങ്ങൾ അത് തന്നെ പറയും. നിങ്ങൾ അത് പറയുന്നില്ലല്ലോ. നിങ്ങൾ വന്നിട്ട് പറയുന്ന അത് അന്ന് സിസ്റ്റമായിരുന്നു, അന്നത്തെ കഷ്ടമായിരുന്നു, അന്നത്തെ വ്യവസ്ഥ. ഇത് ഒരുത്തം പറയുന്നു വ്യാഖ്യാനം ശരിയല്ല. ആര് വ്യാഖ്യാനിച്ചു? ഞങ്ങൾക്ക് എന്താ അത്യാവശ്യം നിങ്ങളുടെ ഗ്രന്ഥം എടുത്ത് വ്യാഖ്യാനിക്കാൻ? ഞങ്ങൾക്ക് ഞങ്ങളുടെ പുസ്തകങ്ങളില്ലേ? വെറുതെ ഇരുന്ന് ഞങ്ങളെ ബൈബിളിലെ വാക്യം വെച്ചിട്ട് കുത്തി അത് നിങ്ങൾക്ക് തോന്നുന്ന വ്യാഖ്യാനങ്ങൾ പറഞ്ഞ് ഞങ്ങളുടെ ആളുകളെ വഴിതെറ്റിക്കാൻ ശ്രമിക്കുമ്പോൾ തിരിച്ച് ഞങ്ങൾ നിങ്ങളുടെ കിതാബ് എടുത്തിട്ട് ഇത്തരത്തിൽ അലക്കും. നിങ്ങൾക്ക് മറുപടിയില്ല. നിങ്ങളുടെ കിതാബുകൾ കൃത്യം പഠിച്ചിട്ടായിരിക്കുന്നത്. ഒരു ബുദ്ധിമുട്ടില്ല അത് പറഞ്ഞു തരാൻ. ഓക്കെ, അടുത്ത 1-2 പേരിലൂടെ നമുക്ക് പോകാം സംഭാഷണത്തിന്. ആരെങ്കിലും നിങ്ങളുടെ ഇടയിൽ കയറി വാ, ഈ അവസരം തരിക ഇവിടെ. അപ്പൊ ഇവിടെ നമ്മള് സംസാരിച്ച പല കാര്യങ്ങളുണ്ട്. ഇപ്പൊ മുഹമ്മദിന്റെ ധാർമ്മികത നമ്മൾ അവസാനമായിട്ട് അതിലേക്കാണ് നമ്മൾ പോയത്. പല വിഷയങ്ങളും നമ്മൾ വായിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഹദീസുകൾ നമ്മൾ വായിക്കുമ്പോഴാണെങ്കിലും ഖുറാൻ വായിക്കുമ്പോഴാണെങ്കിലും സത്യത്തിൽ ഇങ്ങനെ നമ്മൾ എക്സ്പോസ് ചെയ്യുന്നത് കൊണ്ട് മുസ്ലിം സഹോദരങ്ങൾക്ക് they have no ഡിഫൻസ്, ഡിഫെൻഡ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് ആരെത്തി? ദാവാ പ്രവർത്തകരെത്തി. ഇപ്പൊ അക്ബറൊക്കെ പുതിയ രീതിയിലുള്ള പരിപാടികളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഈ പറയുന്ന കാര്യങ്ങളൊന്നും ടച്ച് ചെയ്യാതെ ഇന്നാൾ അദ്ദേഹം തന്നെ ട്രോളി. അത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. അക്ബർ തന്നെ ട്രോളി. എന്താണ് ഭാര്യയുടെ കാര്യം പറഞ്ഞ് ഭാര്യയുമായിട്ട്
ഭർത്താവ് ഭാര്യയുടെ അടുക്കിലേക്ക് ശാരീരിക ബന്ധത്തിനായിട്ട് ചെന്ന് കഴിയുമ്പോൾ അതിന് നിഷേധിച്ചു കഴിഞ്ഞാൽ അത് രാത്രി മുഴുവൻ മലക്കിയിരുന്ന് ശപിക്കും. നബി നന്മകളുടെ പൂർണ്ണതയാണ് എന്നും പറഞ്ഞ് അദ്ദേഹം ട്രോളി. അക്ബർ തന്നെ ട്രോളാൻ തുടങ്ങിയപ്പോൾ അതിന്റെ അടിയിൽ രസകരമായിട്ടുള്ള ഒരു കമന്റ് ഞാൻ വായിച്ചത് ഇങ്ങനെയാ: എന്റെ അക്ബറിക്ക, നിങ്ങൾ തന്നെ ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയാൽ ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാർ എന്ത് ചെയ്യും? അടുത്ത കമന്റ് ഇതാണ്: അക്ബറിക്ക, നിങ്ങൾ തന്നെ ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയാൽ ഞാൻ ഇസ്ലാം വിടുകയാണ്. എനിക്ക് തോന്നുന്നു ഇത് കണ്ടിട്ട് ആ സമയം തന്നെ ഇസ്ലാം വിടാൻ തീരുമാനമെടുത്ത ആളുകൾ ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. അക്ബർ തന്നെ ട്രോളാൻ തുടങ്ങി. കാരണം ഒരു സമയത്ത് അക്ബർ ക്രൈസ്തവ വിശ്വാസത്തെ വെല്ലുവിളിച്ചുകൊണ്ട് നടന്നു. ആളുകളെ സ്റ്റേജിൽ കയറ്റി സംവദിച്ച് ഞാൻ തോൽപ്പിച്ചേ, ഞാൻ ജയിച്ചേ എന്ന് പറഞ്ഞു നടന്നു. പിന്നീട് ക്രൈസ്തവ വിശ്വാസ പ്രതിരോധകർ അതിനെ അക്ബറിന്റെ വാദങ്ങളെ മറുപടി കൊടുക്കാൻ തുനിഞ്ഞപ്പോൾ, ആദ്യഘട്ടങ്ങളിൽ ഞങ്ങൾ എപ്പോഴും പറയാറുള്ളത് പോലെ ക്രൈസ്തവ വിശ്വാസത്തെ സംബന്ധിച്ചാണ് നമ്മൾ സംസാരിച്ചിട്ടുള്ളത് എല്ലാ ദാവ പ്രവർത്തകരുമായിട്ട്. മുഹമ്മദ് ഈസയൊക്കെ ആയിട്ട് അയൽപ്പാസം ഞാനും പെരുമ്പാവൂരൊക്കെ പോയി സംസാരിച്ചിട്ടുള്ളതാണ്. അതിനുശേഷമാണ് നമ്മൾ ഇസ്ലാമിലേക്ക് കടക്കുന്നത്. അത് അനിൽപാസ്റ്റർ ഒരിക്കലും എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ മുഹമ്മദ് ഈസയോട് പറയുകയും ചെയ്തു, ഞങ്ങൾ ഇസ്ലാമിലേക്ക് കടക്കുന്ന ഒരു ഘട്ടം വരും. ആ ഘട്ടം വന്നു കഴിയുമ്പോൾ പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വരില്ല, ഇസ്ലാമിനെ നിലനിർത്താൻ പറ്റത്തില്ല എന്ന അർത്ഥത്തിൽ അനിൽപാസ്റ്റർ ഒരിക്കലും പറഞ്ഞത്. അങ്ങനെ തന്നെ സംഭവിച്ചു. എന്ന് പറഞ്ഞാൽ ക്ലബ് ഹൗസ് കൂടി വന്നതോടെ നാനാ ഭാഗത്തു നിന്ന് ഇതിനെ എക്സ്പോസ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ അക്ബറൊക്കെ കരയുന്നത് നമ്മൾ കണ്ടതാണ്. നബി പറഞ്ഞതും നബി ചെയ്തതുമാണ് ശരിയെന്ന് നമ്മൾ പറയണം എന്ന് പറഞ്ഞ് അതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പൊ അങ്ങനെ ഒരു പരിതസ്ഥിതിയിലേക്ക് എത്തിയ അക്ബറൊക്കെ രംഗം വിട്ട അവസ്ഥയിലാണ്. അതുപോലെ നമ്മുടെ മുഹമ്മദ് ഈസയും ഹാരിസ് മദനിയൊക്കെ വളരെ പരാജിതരായിട്ട് ക്ഷീണിതരായിട്ടിരിക്കുന്ന ഒരു സന്ദർഭം കൂടിയാണിത്. മദനിയൊക്കെ ക്ലബ് ഹൗസിലേക്ക് ഇപ്പോൾ വരാറുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. അതുപോലെ മുഹമ്മദ് ഈസ വരാറുണ്ടോ? മുഹമ്മദ് ഈസ എവിടെയും കാണുന്നില്ല, വീഡിയോ പോലും ഇറക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. വളരെ നിരാശാജനകമായ ഒരു സാഹചര്യത്തിലേക്ക് മുഹമ്മദ് ഈസയും അതുപോലെ തന്നെ നമ്മുടെ മദനിയും പോയി. അവരായിരുന്നു അവസാനം ഒരു കച്ചിത്തുരുമ്പ്. ഇപ്പൊ ഇവിടെ ഇതിന്റെ അടിയിൽ വന്നിരുന്ന് പറയുന്നുണ്ട്, എടാ മോനെ നിന്റെ തൃത്വം പറയടാന്നൊക്കെ പറയുന്നവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, തൃത്വമൊക്കെ വളരെ മനോഹരമായിട്ട് ഞങ്ങൾ അവിടെ പറഞ്ഞു ആ സംവാദത്തിന്. പോയി കണ്ടോ, ഇനിയും പോയി കാണ്, റീപ്ലൈ അടിച്ച് നിങ്ങൾ കാണ്. എന്നിട്ട് ഞങ്ങൾ അള്ളാഹു നരകത്തിൽ ചാടി എന്ന് കൂടി പറഞ്ഞ വെച്ചേ. അതിനൊന്നും മറുപടി തരാൻ മദനിക്കോ മുഹമ്മദ് ഈസയ്ക്ക് പറ്റിയില്ല. മദനിക്കും മുഹമ്മദ് ഈസയ്ക്കും പോട്ടെ, അള്ളാഹുവിനും മുഹമ്മദിനും പോലും പറ്റത്തില്ല. അള്ളാഹുവിനും മുഹമ്മദിനും പോലും മറുപടി തരാൻ പറ്റാത്ത വിഷയങ്ങളിലേക്ക് കാര്യങ്ങൾ പോയി. അള്ളാഹുവിനേക്കാളും മുഹമ്മദിനേക്കാളും അറിവുള്ള അക്ബറും മുഹമ്മദ് ഈസയും ഹാരിസ് മദനിയൊക്കെ ചേർന്ന് ശ്രമിച്ചിട്ടും അള്ളാഹുവിനെയും മുഹമ്മദിനെയും രക്ഷിക്കാൻ പറ്റിയില്ല. അപ്പോൾ അക്ബറിനേക്കാളും ഈസയേക്കാളൊക്കെ അറിവ് കുറവുള്ള അള്ളാഹുവിനും മുഹമ്മദിനും പറ്റുമോ? അത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. അള്ളാഹുവും മുഹമ്മദും ഒരു ബിംബമായിട്ട് അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ ആ കാലത്ത് നിന്നൊക്കെ ഒരുപാട് അപ്ഡേറ്റ് ആയി പോയി. അത് പറയുന്നതിന് നമുക്ക് ലജ്ജയില്ല കേട്ടോ. അക്ബറൊക്കെ മുഹമ്മദിനേക്കാൾ അറിവുള്ള ആളാണ്. മുഹമ്മദ് ഈസയാണെങ്കിലും നമ്മുടെ മുജാഹിദ് ബാലുശ്ശേരിയൊക്കെ ആണെങ്കിലും ഇവരെക്കാളും അള്ളാഹുവിനേക്കാളും അതുപോലെ തന്നെ മുഹമ്മദിനേക്കാളും അറിവുള്ള ആൾക്കാരാണ്. എന്ന് മാത്രമല്ല അള്ളാഹുവിനോട് പലപ്പോഴും നമുക്ക് സഹതാപം തോന്നിയിട്ടുണ്ട്. അള്ളാഹുവിനെ ഇങ്ങനെ ഒരു എല്ലാത്തിലും അള്ളാഹു അള്ളാഹു എന്ന് പറയുകയും ചെയ്യും, അള്ളാഹുവിനെ സൈഡിലേക്ക് മാറ്റി നിർത്തുകയും ചെയ്യുന്നൊരു പ്രവണത പലപ്പോഴും നമ്മൾ കാണുന്നുണ്ട്. അതിൽ നമുക്കൊരു ദുഃഖമുണ്ട്. എവിടെയെങ്കിലും നിങ്ങൾ അള്ളാഹു നിന്ന എന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല. അള്ളാഹുവിനെ നിന്ദിച്ചാലും പ്രശ്നമില്ല, അള്ളാഹുവിനെ ആരെന്ത് പറഞ്ഞാലും വിഷയമില്ല. പക്ഷെ മുഹമ്മദിനെ പറഞ്ഞാലോ കളി മാറും. അതല്ലേ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ തൃത്വവിശ്വാസത്തെ കുറിച്ച്, ഞങ്ങളുടെ ക്രൈസ്തവ വിശ്വാസത്തെ കുറിച്ചൊക്കെ ഞങ്ങൾ എപ്പോഴും പറയാറുണ്ട്. അതിന്റെ റൂമുകൾ ഞങ്ങൾ എപ്പോഴും ഇടാറുണ്ടല്ലോ. ഇന്നലെ പോലെ ഞങ്ങൾ ബൈബിളിന്റെ ചരിത്രത്തെക്കുറിച്ചുള്ള പുരാവസ്തു ഗവേഷണങ്ങൾ, അതിനെക്കുറിച്ച് റൂമിട്ടെ. യേശു ക്രിസ്തുവിന്റെ ദൈവത്വത്തെ കുറിച്ച് ഞങ്ങൾ റൂമിടുന്നു. അങ്ങനെ പല ക്രൈസ്തവ വിശ്വാസത്തെ കുറിച്ച് പറയാൻ ഞങ്ങൾ ലജ്ജിക്കുന്നില്ല. അപ്പൊ മുമ്പ് അനിൽ സാർ പറഞ്ഞതുപോലെ ഇങ്ങനെ ഒരു പരിതസ്ഥിതിയിലേക്ക് നമ്മളെ എത്തിച്ചത് ആരാണ്? ദാവാപ്രവർത്തകരാണ്. അവരോട് നിങ്ങൾ പോയി ചോദിക്കണം, നിങ്ങൾ ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ഞങ്ങളെ എത്തിച്ചല്ലോ എന്ന് മുസ്ലിം സമൂഹം ദാവാപ്രവർത്തകരോട് പറയണം. അതുകൊണ്ട് ഞങ്ങൾ പലതിനോടും കടപ്പെട്ടവരായിട്ട് മാറി. കണ്ടോ, ഇപ്പൊ കുറച്ചു മുമ്പ് അനിൽ പാസ്റ്റർ പറഞ്ഞില്ലേ, എന്താണ് പറഞ്ഞേ? പ്രവാചകന്മാരെ പോലും കണ്ടെത്തി കൊടുക്കുന്ന ചുമതല ഞങ്ങൾ ഏറ്റെടുത്തു. അത് അള്ളാഹുവിനും മുഹമ്മദിനും അങ്ങനെ പറ്റാത്തത് കൊണ്ട് ഞങ്ങൾ ആ ചുമതല കൂടി ഏറ്റെടുക്കുകയാണ്. പ്രവാചകന്മാരെ കൂലി 1,20,000-ത്തിലധികമുള്ള ആ പ്രവാചകന്മാരുടെ ലിസ്റ്റ് ഞങ്ങൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയല്ലേ. അതുപോലും കണ്ടുപിടിച്ച് ഞങ്ങൾ കൊടുക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ, അത് നിങ്ങൾ തന്നെ ചിന്തിച്ചോ. അതുപോലും ഞങ്ങൾ ഏറ്റെടുക്കുവാണ്. അതിൽ ഞങ്ങൾ നിങ്ങളെ സഹായിക്കുവാണ് അങ്ങനെയുള്ള കാര്യങ്ങളിൽ. അപ്പൊ ഞങ്ങൾ ഈ ഇസ്ലാമിനെ എക്സ്പോസ് ചെയ്യുക എന്നുള്ള രീതിയിലേക്ക് വന്നു കഴിഞ്ഞ് നിങ്ങളുടെ ഒരു പരിതാപകരമായ അവസ്ഥ ഏറ്റെടുത്ത് ഞങ്ങൾ ഇങ്ങനെയുള്ള ചില സഹായങ്ങൾ കൂടി ചെയ്യുകയാണ്. കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ എന്നോട് പറഞ്ഞു,
അവരുടെ ഭാഗത്ത് നിന്ന് ആളില്ലാത്തത് കൊണ്ട് എന്ത് ചെയ്യാം, നമുക്ക് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യം ചോദിച്ച് ഉത്തരം പറയാം. ഇനിയിപ്പോ അത് നടക്കുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നേ. നമ്മൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യങ്ങൾ ചോദിച്ച് ഉത്തരം പറയുന്ന ഒരു പരിതസ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തി. പറയാനൊന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് ദാവപ്രവർത്തകർ എത്തി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനി ആരാണ് സംസാരിക്കാനുള്ളത്? നമ്മുടെ ജോൺ സഹോദരൻ സംസാരിക്കുന്നുണ്ടോ? ഞാൻ സംസാരിക്കുന്നുണ്ട്. ആ, എനിക്ക് ഒന്ന് രണ്ട് കുറെ ചോദ്യങ്ങൾ നാളായാലും കണ്ടിട്ട്, ഇനി പറഞ്ഞോളൂ. കുറച്ച് കാലമായി കണ്ടിട്ട് എന്തായാലും സംസാരിക്കാൻ അവസരം തന്നിട്ട് താങ്ക് യു. ഓക്കെ. എനിക്കൊരു ഒന്നൊന്നര ചോദ്യം ചോദിക്കാനുണ്ട്. ഇന്ന് ജലീൽ വെച്ച ഇന്ന് ജലീൽ പറഞ്ഞ സംഭാഷണത്തെ പറ്റിയാണ്. ഇതിലെ ജലീലുമാർ ചിരിക്കുന്നു എന്ന് പറഞ്ഞതിനെ പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് അനിൽ കോടിത്തോട് സാറിനോടാണ് ചോദ്യം ചോദിക്കാനുള്ളത്. ഈ ജലീലുമാര് ഈ കാണിക്കുന്ന ഇരട്ടത്താപ്പ് മുഖം, അതായത് ഈ നാട്ടിലിരുന്നുകൊണ്ട് ഒരു MLA പദവിയിൽ ഇരുന്നുകൊണ്ട് പറയുന്നു ഞാൻ ജനങ്ങൾക്ക് വേണ്ടിയെല്ലാം ചെയ്യുന്നു, എല്ലാ കാര്യങ്ങളും പറയുന്നു. അത് കഴിഞ്ഞിട്ട് കാശ്മീർ, പാകിസ്ഥാനും കാശ്മീരും വരുമ്പോൾ ഇവരുടെ യഥാർത്ഥ മുഖം കാണിക്കുന്നു. അതായത് ഞാൻ ഇസ്ലാമിന്റെ കൂടെയാണ്, ഇസ്ലാമിക രാജ്യമായ പാകിസ്ഥാനിയാണ് ഞാൻ, ഇന്ത്യക്ക് അഗേൻസ്റ്റ് ആയിട്ട് ചിന്തിക്കുന്നു. ഇതിന് അഗേൻസ്റ്റ് ആയിട്ട് ഇന്ത്യൻ ഗവൺമെന്റ് എന്തുകൊണ്ട് ഒരു സ്റ്റാൻഡ് എടുക്കുന്നില്ല? എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവർ ആളെ ജലീലിന്റെ MLA പദവി എടുത്തു കളയുക, അത് പൂർണ്ണമായിട്ട് രാജ്യദ്രോഹിയാണെന്ന് പ്രൂവ് ചെയ്തുകൊണ്ട് എന്തുകൊണ്ട് ഒരു ആക്ഷൻ എടുക്കാൻ ഇന്ത്യൻ ഗവൺമെന്റിനോ അതോ സ്റ്റേറ്റ് ഗവൺമെന്റിനോ കഴിയുന്നില്ല? ഇതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കൊടിത്തോട്ട് സാറിന് ഇതിന് എന്തെങ്കിലും മറുപടി ഉണ്ടെങ്കിൽ പറയാം. ജലീല് എന്ന മനുഷ്യൻ ഇടതുപക്ഷ ഗവൺമെന്റിന് ഒരു ബാധ്യത തന്നെയാണ്. CPM മനസ്സിലാക്കുന്നില്ല ഈ മനുഷ്യന്റെ തോളിൽ കൈയിട്ടതോടെ CPM-ന് സംഭവിക്കുന്ന അപജയം എന്തൊക്കെയാണ്. ഇവരുടെ ചർച്ചയ്ക്ക് വരുന്ന പ്രമുഖരെല്ലാം അവിടെ വന്നിട്ട് തേഞ്ഞൊട്ടി പോവാണ് ജയശങ്കറുടെയൊക്കെ മുമ്പിൽ. ഷിജു ഖാൻ അതിൽ സ്ഥിരം ന്യായീകരിക്കാൻ വരുന്ന ഒരാളാണ്. സുൽഫിക്കർ അലി അദ്ദേഹം മറ്റൊരു പ്രമുഖനാണ്. ഈ വരുന്ന ആളുകളെല്ലാം തന്നെ വിഷമിച്ചു പോവാണ്, കാരണം അവർ പ്രതിരോധത്തിലായി. അത് ഈ ഒരു വിഷയത്തിൽ മാത്രമല്ല, ജലീല് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും ഒക്കെ ആയി, പിന്നെ ന്യൂനപക്ഷ വകുപ്പ് ക്ഷേമ വകുപ്പിന്റെ മന്ത്രിയായിരുന്ന ഒരു കാലമുണ്ട് ഇതിനു മുമ്പുള്ള പിണറായി സർക്കാരിൽ. എന്തായിരുന്നു ഉള്ള ന്യൂനപക്ഷ ക്ഷേമം? സ്വന്തം അധികാരത്തിൽപ്പെട്ട ഇടത്തെല്ലാം മുസ്ലിങ്ങളെ തിരികെ കയറ്റുക. അവസാനം അങ്ങനെ വന്ന് ശ്രീനാരായണ സർവകലാശാല, നോക്കണം, ശ്രീനാരായണ ദർശനങ്ങളെ ആധാരമാക്കിക്കൊണ്ട് സർക്കാർ ആരംഭിച്ച സർവകലാശാലയുടെ തലപ്പത്തും ഒരു മുസ്ലിമിനെ തന്നെ ആക്കി വെച്ചു, കോഴിക്കോടുകാരനെ. അതാ വെള്ളാപ്പള്ളി പരാതി പറഞ്ഞ് ലാശ് പറഞ്ഞു ഇത് ഒരു പ്രത്യേക സാഹചര്യത്തിലാക്കിയതാന്നൊക്കെ പറഞ്ഞ് അവര് പിന്നെ തങ്ങളിൽ അങ്ങ് കോംപ്രമൈസ് ആയി. അപ്പോ ഈ ശ്രീനാരായണ ദർശനമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരുത്തനെ പിടിച്ച് ഇവിടെ ആക്കി വെച്ചു. പ്രൈവറ്റ് സെക്രട്ടറിമാരെ ആക്കുന്ന കാര്യത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഖുറാൻ ഇറക്കുന്ന കാര്യത്തിൽ ഈ മന്ത്രിമാരുടെ ചുമതലയാണോ ഖുറാൻ ഇവിടെ കൊണ്ട് അവിടെ നിന്ന് എടുത്തുകൊണ്ടല്ലേ ബൈബിൾ ഇറക്കിക്കൊണ്ട് വരിക? സർക്കാർ ചെലവില് ബൈബിൾ ഇറക്കാനാണോ മന്ത്രിയാക്കുന്നത്? തോമസ് ഐസക്ക് ബൈബിൾ ഇറക്കാനുള്ള സ്ഥിതി എന്ത് നിങ്ങളൊന്ന് ആലോചിച്ച്. അല്ലെങ്കിൽ സർക്കാർ ചെലവിൽ ഈ പണിയൊക്കെ ചെയ്യണോ ചെയ്യട്ടെ? ബൈബിള് കൊണ്ടുവരാനും ഖുറാൻ കൊണ്ടുവരാനും ഭഗവത്ഗീത കൊണ്ടുവരാനും എല്ലാം മന്ത്രിയാക്കിയിരിക്കുന്നേ. പൗരന്റെ നികുതി പണം കൊണ്ട് ഒരു മതത്തെ പ്രീണിപ്പിക്കുന്ന ഏർപ്പാടുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊരു തെറ്റല്ല ജലീലിനെ സംബന്ധിച്ചോളം. കാരണം ജലീൽ എന്ന് പറയുന്ന മനുഷ്യൻ വാചക കസരത്തിൽ പിടിച്ചു നിൽക്കുന്ന ഒരാളാണ്. അത് ജലീൽ മാത്രമല്ല, ഈ മുസ്ലിം ലീഗിന്റെ ആളുകളെല്ലാം നല്ല പ്രസംഗരാണ്, കേൾക്കാൻ കൊള്ളാവുന്ന നല്ല പ്രസംഗം. അദ്ദേഹം പഴയ സിമി പ്രവർത്തകനാണ്, ജമാഅത്തെ ഇസ്ലാമിയുടെ സഹപ്രവർത്തകനായിട്ട് വന്നു. അദ്ദേഹം പിന്നീട് നമ്മുടെ കുഞ്ഞാലിക്കുട്ടിയെ തോൽപ്പിച്ചുകൊണ്ട്, കുറ്റിപ്പുറത്ത് തോൽപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഒരു ജെയിൻ കില്ലറായി മാറുന്നു. അങ്ങനെ ജനശ്രദ്ധ കിട്ടുന്നു. അടുത്ത ഘട്ടം മന്ത്രിയാകുന്നു. മന്ത്രിയായ ഘട്ടത്തിൽ ഈ സർക്കാരിന് ചെയ്യാവുന്ന എല്ലാ ദ്രോഹവും ചെയ്തിട്ട് സ്വപ്നയെ പോലൊരാളെ അവിടെ രംഗത്ത് കൊണ്ടുവരികയും ഒടുക്കം പിണറായിക്കെതിരെ കുടുംബത്തിനെതിരെയൊക്കെ സംസാരിച്ചിട്ടിരിക്കുകയാണ്. ഇനി അതിന്റെ ഇടയ്ക്കാണ് ഈ പറയപ്പെട്ട വിധത്തിൽ ഈ കാശ്മീർ സംഭവത്തിൽ പാകിസ്ഥാൻ അനുകൂല നിലപാടെടുക്കുന്നത്. ഒന്നാലോചിച്ച് നോക്കി, അത് ഇവരുടെ പ്രശ്നമല്ല. നിങ്ങൾക്കറിയാം, വേറൊന്നും കൂടി പറയാം. ET മുഹമ്മദ് ബഷീർ ഉണ്ടായിരുന്നു. അദ്ദേഹം ഈ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നപ്പോൾ ചെയ്തൊരു പണി, അദ്ദേഹം വരച്ച മാപ്പ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കാലത്തെ വിദ്യാഭ്യാസ വകുപ്പിലെ മാപ്പില് ഈ പറയപ്പെട്ട സ്ഥലങ്ങളെല്ലാം പാകിസ്ഥാനിൽ അടയാളപ്പെടുത്തി. നോക്കണം, അത് വലിയ വിവാദമായതാ. പക്ഷെ സോഷ്യൽ മീഡിയ ഇതുപോലെ ഇല്ല, ഇങ്ങനെയൊന്നും ഇല്ലാത്തൊരു കാലമാണ്. അപ്പോൾ ET മുഹമ്മദ് ബഷീർ കോൺഗ്രസ് ഭരിക്കുന്ന കാലത്ത്, ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഇന്ത്യയുടെ ഭാഗം പാകിസ്ഥാന്റെ മാപ്പിൽ വരച്ചു വെച്ചു. അദ്ദേഹത്തിന്റെ ഓഫീസിൽ ഈ മാപ്പ് ഉണ്ടായിരുന്നുള്ളതാണ്. അത് പ്രശ്നമായപ്പോൾ എടുത്ത് മാറ്റി. നോക്കണം, ഇനി അബ്ദുൾ റബ്ബ് എന്ന് പറഞ്ഞിട്ട് ഒരാൾ ഭരിച്ചല്ലോ. അങ്ങനെ എന്താ ചെയ്തേ? പച്ച നിറമുള്ള കപ്പ്, പച്ച നിറമുള്ള സാരി, ഒടുക്കം അങ്ങനെ സ്വീകരിച്ചേ ശരിയായില്ല എന്ന് പറഞ്ഞ് ക്യാൻസർ രോഗിയായ ഒരു ടീച്ചറെ നമ്മുടെ തിരുവനന്തപുരത്തിലെ കോട്ടർ ഹില്ലിലെ പ്രിൻസിപ്പളിനെ സ്ഥലം മാറ്റി കളഞ്ഞു. മനസ്സിലാക്കണം, ഭർത്താവിന് രോഗിയാണ്, ദൂരങ്ങളിലേക്ക് പായിച്ചു കളഞ്ഞു. നോക്കണം, ഇത്തരത്തിലുള്ള പ്രതികാര നടപടികളാണെന്ന് ചെയ്തത്.
ഇപ്പൊ ഇവർക്കുടെ കയ്യിൽ അധികാരം കിട്ടിയാൽ ഇതൊക്കെ ചെയ്യുള്ളൂ. ഉള്ളിന്റെ ഉള്ളിൽ ഇവരൊന്നും സൂക്ഷിക്കുന്ന ഒരു ഇസ്ലാമിക രാജ്യ താല്പര്യമുണ്ട്. ഈ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി തന്നെ എന്തോ പാകിസ്ഥാൻ ഉണ്ടാക്കിയപ്പോ അതിന് പ്രമേയം പാസ്സാക്കിയ പാർട്ടിയാണ്. അതുകൊണ്ട് ഇത് കേരളം വിട്ട പലയിടത്തും ഇല്ല, മനസ്സിലാക്കിക്കോണം. അപ്പോ ഇവർക്ക് ലൈവ് കൊടുത്തതാരാണ്? അത് EMS ആണ് ലൈവ് കൊടുക്കുന്നത്. ചത്ത കുതിര എന്നാണ് നെഹ്റു വിളിച്ചത് ഈ സാധനത്തെ. ഇപ്പൊ പിന്നത് GMS കൂടെ കൊണ്ടു നടന്നു. അത് കഴിഞ്ഞ് ഇപ്പൊ കോൺഗ്രസ്സുകാരെ ചുമതലേറി പോകുന്നു. അതിൽ നിന്ന് വിഭിന്നമായിട്ടൊരു ഗ്രൂപ്പായി ഒറ്റപ്പെട്ട ചില ആളുകൾ, PTA റഹീം, ഇവരെല്ലാം വന്നു. നമ്മൾ അടുത്ത കാലത്ത് ഒരു കാഴ്ച കണ്ടു. ശ്രീറാം വെങ്കട്ടരാമന്റെ ഒരു വിഷയം കണ്ടു. ഞാൻ ശ്രീറാം വെങ്കട്ടരാമനെതിരെ പല പോസ്റ്റ് ഇട്ട ഒരാളാണ്. അങ്ങനെ ഒരു മനുഷ്യനെ കൊന്നത്, ഇടിച്ചു കൊന്നിട്ട് കാമുകയായിട്ട് പോയി, വെള്ളവഴിയും കഴിഞ്ഞ് മസ്കറ്റ് ഹോട്ടലിന്റെ മുമ്പിൽ കൂടെ വെള്ളം അടിച്ചേച്ച് കാർ ഓടിച്ചു ഒരു മനുഷ്യനെ കൊന്നു. അത് കൊന്നത് കുറ്റം തന്നെയാണ്. കൊലക്കറ്റം ചുമത്തിയ ആളിനെ അകത്ത് കൊണ്ടുവരണം. അയാളെ ഡയാലിസിസ് ചെയ്ത് എങ്ങനെയോ ബ്ലഡ് എല്ലാം മാറ്റിയിട്ട് 9 മണിക്കൂർ കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ ബ്ലഡ് പരിശോധിച്ചിട്ട് കുടിയനാണോ അല്ലയോ എന്ന് അറിയാൻ വേണ്ടി നടത്തിയ ചെക്കിങ്, ഇതെല്ലാം പോലീസും എല്ലാം ഒത്തുകളിച്ചു. തീർച്ചയായിട്ടും അയാളെ ശിക്ഷിക്കണം, മനസ്സിലായോ? അദ്ദേഹത്തെ കളക്ടറാക്കാൻ പോയിട്ട് ഈ അദ്ദേഹത്തിനെതിരെ കർശന നടപടി എടുക്കണം. പക്ഷെ നിങ്ങൾ കണ്ടോ, ഇവിടെ ആരാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കലാപകലുഷിതമായ വിധത്തിൽ പ്രശ്നം ഉണ്ടാക്കിയത്? നിമിഷങ്ങൾക്കുള്ളിൽ മാറ്റിയത് എന്തുകൊണ്ടാ? മറ്റാരെങ്കിലും പ്രക്ഷോഭം നടത്തിയാൽ പിണറായി ഇത് വഴങ്ങോ നിങ്ങൾ പറ? പിന്നെന്താ സംഭവിച്ചേ? അവരുടെ കൂടെ നിൽക്കുന്ന ഈ INL അടക്കമുള്ള പാർട്ടികൾ, മുസ്ലിം ലീഗ് അടക്കമുള്ള പാർട്ടികൾ കർശന സമരമായിട്ട് രംഗത്തിറങ്ങി. മാറ്റിയേ പറ്റൂ. അപ്പൊ മതമാണ് അവിടെ പ്രശ്നം, മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞല്ലോ, വെങ്കിട്ടരാമനെ മാറ്റണമെന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷെ വെങ്കിട്ടരാമനെ പോലെ തെറ്റ് ചെയ്ത ഒരു മനുഷ്യൻ ആണ് ജലീല്. അങ്ങർക്കെതിരെ ഒരു നടപടി എടുക്കാൻ പറ്റുമോ? പറ്റില്ലല്ലോ. ഒന്നുമെന്നുള്ളതല്ല, ഇത് ഒരു അധികാര സ്ഥാനത്തിരുന്നു കൊണ്ട് അദ്ദേഹം നമ്മുടെ ഭരണ സംവിധാനങ്ങളെ മുഴുവൻ ദുരുപയോഗം ചെയ്തു. നമ്മൾ കണ്ട സെക്രട്ടേറിയറ്റിന്റെ തീപിടുത്തം കഴിഞ്ഞ ഇതിലെ പ്രധാനപ്പെട്ട തെളിവുകളെല്ലാം കത്തിപ്പോയി. എങ്ങനെയാ കത്തിയെന്നൊക്കെ നിങ്ങൾ പഠിച്ചാൽ മതി. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഇപ്പൊ ലാസ്റ്റ് വന്നിരിക്കുകയാണ് മറ്റേ ആസാദി കാശ്മീരും ഒക്കെ പറഞ്ഞ് അദ്ദേഹം രംഗത്ത് വന്നിരിക്കുക. എന്നിട്ട് ഒരു ഡബിൾ ഇൻവേർട്ടർ കോമയുടെ അർത്ഥം അറിയാത്തത് കൊണ്ടാണ് നമ്മളെല്ലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനുകൂടെ ഉത്തരം വന്നു കഴിഞ്ഞു. ലീസിസ്റ്റ് പറഞ്ഞു ഉത്തരം. നിങ്ങൾ എന്താ മനസ്സിലാക്കിയേ? അതിനപ്പുറത്ത് എന്താ പറഞ്ഞേ? ഇന്ത്യ ഒക്കുപ്പൈഡ് കാശ്മീർ എന്നോ? ഇന്ത്യ ഒക്കുപ്പൈഡ് കാശ്മീർ എന്നൊരു കാര്യമില്ല സുഹൃത്തെ. ഇന്ത്യ ഒക്കുപ്പൈ ചെയ്തിട്ടില്ല. ഇന്ത്യയെ സംബന്ധിച്ചോളം ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ് ജമ്മു ആൻഡ് കാശ്മീർ. സ്വാതന്ത്ര്യം കിട്ടിയ ഘട്ടത്തില് ഇന്ത്യയുടെ ഭാഗമാകാൻ അവർ ആഗ്രഹിച്ച് നിന്ന ആളുകൾ തന്നെയാണ്. അവരെ തന്ത്രപൂർവ്വം അവിടെ തീവ്രവാദ കേന്ദ്രങ്ങൾ ഉണ്ടാക്കി ഇന്ത്യക്ക് അവകാശപ്പെട്ട ലാൻഡ് എല്ലാം സ്വന്തമാക്കി അത് കൈവശം വെച്ചുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലാക്കണം. ഐക്യരാഷ്ട്രസഭയുടെ പരാമർശങ്ങളിൽ പോലും കിടക്കുന്നത് പാക് അധിനിവേശ കാശ്മീരും തന്നെയാണ്, അത് ഇന്ത്യൻ അധിനിവേശ കാശ്മീർ എന്നില്ല. അങ്ങനെ ലോകത്തൊരു രാഷ്ട്രവും അങ്ങനെ പറയുന്ന രാജ്യങ്ങളുണ്ട്. ഈ പാകിസ്ഥാന്റെ സഹായക രാജ്യങ്ങളുണ്ട്, ഇസ്ലാമിക രാജ്യങ്ങളുണ്ട്. അവരുടെ വായിൽ നിന്ന് വരേണ്ടതാണ് ജലീലിന്റെ വായിൽ നിന്ന് വന്നത്. ഇത് പ്രക്ഷോഭം ശക്തിപ്പെട്ട് കഴിഞ്ഞപ്പോഴേക്ക്, ചർച്ചയായി കഴിഞ്ഞപ്പോഴേക്ക് ഇടതുപക്ഷ അപകടം മണത്തു. കോടിയേരി ബാലകൃഷ്ണൻ ഒരു പത്രസമ്മേളനത്തിൽ വന്നിട്ട് കണ്ടില്ല, ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഇന്നിപ്പോ പോസ്റ്റ് പുള്ളി മാറ്റിയിട്ടുണ്ട്. പോസ്റ്റ് മാറ്റിയ വാർത്ത ഞാൻ കണ്ടിട്ടായിരുന്നു. പോസ്റ്റ് മാറ്റിയത് വ്യാപകമായ എതിർപ്പുയർന്നു. പക്ഷെ അപ്പോഴേക്ക് കാര്യങ്ങൾ കൈവിട്ടുപോയി. ഡൽഹിയിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്, പരാതി പോയിട്ടുണ്ട്, കേസെടുത്തിട്ടുമുണ്ട്. കേരള പോലീസ് ജലീലിനെതിരെ കേസെടുക്കുമോ? ഒരിക്കലും സാധിക്കാൻ പോകുന്ന കാര്യമൊന്നുമല്ല. കാരണം പോലീസ് നിഷ്പക്ഷമായി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമേ അല്ല കേരളത്തിലെന്ന് ആദ്യം മനസ്സിലാക്കണം. വിശേഷിച്ച് അപ്പുറത്ത് വരുന്ന പ്രതി ഒരു മുസ്ലിം ആണെങ്കിൽ അവരോട് പക്ഷാപാതപരമായിട്ട് അനുകൂല നടപടി എടുക്കുന്നത്. ഇനി ഞാൻ ഒന്നുകൂടെ ചോദിച്ചു നിർത്താം. ഇവിടെ നമ്മൾ ഈ എന്താ പറയുക, ശ്രീറാം വെങ്കട്ടരാമന്റെ വിഷയം വരുമ്പോ തെരുവിലിറങ്ങിയ ആളുകൾക്ക് മനുഷ്യത്വത്തിന്റെ പേരിലാണ് ഇറങ്ങിയതെങ്കിൽ അത് അപ്പുറത്ത് ഒരു മുസ്ലിമാണ് വധിക്കപ്പെട്ടത് എന്നതുകൊണ്ട് മാത്രമായി ഇവർ ഈ പ്രശ്നം ഉണ്ടാക്കിയത്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ആ സമരത്തിന്റെ ഇവരുടെ കൂടെ അല്ല, ഇവരുടെ കൂടെ സമരം ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ ഇവരുടെ ഭാഗമായി നിന്നുകൊണ്ട് ഈ വാദത്തിന് ഒപ്പം നിന്നുകൊണ്ട് സമരം ചെയ്യണമെന്ന് തന്നെ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പക്ഷെങ്കിൽ ഇനി ഒന്ന് കേട്ടോളൂ. മധു എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ കൊല ചെയ്യപ്പെട്ടു. അത് അദ്ദേഹം 250 ഗ്രാം തേയിലയും 1/2 കിലോ മുളക് പൊടിയും 1 കവർ ആട്ടയും മോഷ്ടിച്ചതിന്റെ പേരില് കൊന്നു. അദ്ദേഹത്തെ കൊന്നിട്ട് 32 സാക്ഷികളിൽ പലരും കൂറുമാറി. ഇതാരാ പ്രതി എന്നറിയണ്ടേ? അടുത്തുള്ളൊരു കടയിലെ മുസ്ലിമാണ്. അത് അവിടുത്തെ ഇത് ക്യാമറ എന്താണ് പറയുക, അതില് ദൃശ്യങ്ങളുണ്ട്. ഞാൻ കൃത്യം പറഞ്ഞു, ഞാൻ കഴിഞ്ഞ ആഴ്ച ഈ സ്ഥലത്തായിരുന്നു, മനസ്സിലായിക്കൊള്ളണം. കഴിഞ്ഞ ആഴ്ച ഈ സ്ഥലത്തായിരുന്നു, ഈ മുക്കാലിന്ന് ഒരു സ്ഥലത്ത്, അട്ടപ്പാടിക്കപ്പുറത്ത്. ഇവിടെ നിരന്തരം പോകുന്ന ആളാണ് ഞാൻ. ഈ പ്രതി മുസ്ലിങ്ങളാണ് ഈ ദാരുണമായി കൊന്നത്. ഇത് വന്നപ്പോഴേക്ക് പണം കൊടുക്കുന്നു, ആളുകൾ കൂടുന്നു, കൂറുമാറ്റുന്നു. എത്ര മുസ്ലിം സംഘടനകൾ തെരുവിലിറങ്ങി? ഈ മധുവിന് വേണ്ടി തെരുവിലിറങ്ങി. ഏതെങ്കിലും എത്ര ഡിവൈഎഫ്ഐക്കാരൻ തെരുവിലിറങ്ങി പറ? നിങ്ങൾ കണ്ടോവല്ലോ? ഇല്ലല്ലോ.
അപ്പൊ ഇവിടെ കാണുന്ന കാര്യം, അപ്പുറത്ത് കുറ്റവാളികൾ മുസ്ലിങ്ങളാണെങ്കിൽ അവരെ രക്ഷപ്പെടുത്താൻ ഇടതുപക്ഷം പ്രതിജ്ഞാബദ്ധമാണ്, ഐക്യമുന്നണിയും പ്രതിജ്ഞാബദ്ധമാണ്. ഉമ്മൻചാണ്ടി ഇത് തന്നെയാ ചെയ്തുകൊണ്ടിരുന്നത്. കാരണം ഹമാസ് ഒരു പെൺകുട്ടിയെ ഇസ്രയേലിൽ കൊന്നു. നോക്കണം, ഹമാസിന്റെ മിസൈൽ ആക്രമണത്തിൽ ഒരു പെണ്ണ് മരിച്ചിട്ട് ബോഡി കേരളത്തിൽ കൊണ്ടുവരികയാണ്. അവിടുത്തെ അംബാസഡർ ഇടപെട്ട് ബോഡി കേരളത്തിൽ ഇടുക്കി ജില്ലയിൽ കൊണ്ടു കൊടുക്കുകയാണ്. അന്ന് ഈ ഉമ്മൻചാണ്ടി അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു. തീവ്രവാദി എന്ന് വിളിച്ച പോസ്റ്റ് എടുത്ത് മാറ്റിയിട്ട് ഇതാര് കൊന്നതൊന്നുമില്ല, ഇവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നൊക്കെയായി. ഹമാസ് എന്ന് പറയുന്ന തീവ്രവാദ സംഘടനയെ തീവ്രവാദി എന്ന് വിളിക്കാൻ എന്തുകൊണ്ട് ഉമ്മൻചാണ്ടിക്ക് പറ്റുന്നില്ല, എന്തുകൊണ്ട് പിണറായിക്ക് പറ്റുന്നില്ല? അതിന്റെ കാരണം ഹമാസ് ഇവിടെ ഉണ്ട് മുസ്ലിം ലീഗായിട്ട്, ഹമാസ് ഇവിടെ ഉണ്ട് PDP ആയിട്ട്, ഹമാസ് ഇവിടെ ഉണ്ട് INL ആയിട്ട്. അപ്പൊ INL എന്ന് പറഞ്ഞാലും PDP എന്ന് പറഞ്ഞാലും ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞാലും ഇതെല്ലാം ഒന്ന് തന്നെയാണ്, ഒറ്റ കാര്യമാണ്. അപ്പോൾ ഈ ജലീൽ എന്നല്ല, ഇത്തരം ക്രിമിനലുകൾ ഏത് രൂപത്തിൽ ഇടപെട്ടാലും പ്രത്യേകിച്ച് സംഭവങ്ങളൊന്നും വരാൻ പോകുന്നില്ല എന്നതിന്റെ തെളിവാണ് മധുവിന്റെ കൊല. മധു എന്ന ആദിവാസി യുവാവിനെ 250 ഗ്രാം തേയില മോഷ്ടിച്ചതിന്റെ പേരില്, 2 കവർ ആട്ട മോഷ്ടിച്ചതിന്റെ പേരില്, 1/2 കിലോ 250 ഗ്രാം കറി പൗഡർ മോഷ്ടിച്ചതിന്റെ പേരില് ദാരുണമായി കൊല ചെയ്തവന് വേണ്ടിയിട്ട് പ്രതികളെ കോടികൾ ലക്ഷങ്ങൾ കൊടുത്ത് കൂറുമാറ്റി. നോക്കണം, ആ നാട്ടിൽ നമ്മൾ ജീവിക്കുന്നത്. അവിടെയാണ് ശ്രീറാം വെങ്കട്ടരാമനെതിരെ അല്ലെങ്കിൽ ഒരു മനുഷ്യനെ കൊന്നതിന്റെ പേരിൽ അദ്ദേഹത്തിനെതിരെ സമരം വരുന്നത്. അപ്പൊ ഇദ്ദേഹം കൊന്നൊടുക്കിയ സിറാജിന്റെ പത്രപ്രവർത്തകൻ ബഷീറിനും ഈ പറയപ്പെട്ട മധുവിനും പ്രാണന്റെ വില ഒന്നല്ലേ? ഇടിച്ചു കൊല്ലുകയാണ് ഭീകരമായിട്ട്, മനസ്സിലാക്കിക്കൊള്ളണം. പ്രാണന്റെ വില ഒന്നാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു ഡിവൈഎഫ്ഐക്കാരനെ ശബ്ദിച്ച് കണ്ടില്ല, ഒരു യൂത്ത് കോൺഗ്രസ്സുകാരനെ തെരുവിൽ കണ്ടില്ല. കണ്ടത് മുഴുവൻ ശ്രീറാം വെങ്കട്ടരാമനെ മാറ്റാൻ വേണ്ടിയായിരുന്നു. അപ്പൊ ഇതിന്റെ മറ്റൊരു ഉദാഹരണമാണ് ഇപ്പോൾ ജലീൽ നടത്തിയ ഈ പരാമർശത്തോട് സർക്കാർ കാട്ടുന്ന നിസ്സംഗത. അല്ലാതെ കേസൊന്നും ഇക്കാര്യത്തിൽ വരാൻ പോകുന്നില്ല, വിശേഷിച്ച് കേരള സർക്കാർ. പക്ഷെ നാഷണൽ ഗവൺമെന്റ് ഡൽഹി കേന്ദ്രീകരിച്ച് ഇപ്പൊ ഇതിനെപ്പറ്റി കേസെടുത്തിട്ടുണ്ടെന്നാണ് വാർത്ത വരുന്നത്. അത് നമുക്ക് കാത്തിരുന്ന് കാണാം. സാർ ഒരു ചോദ്യം കൂടി ഉണ്ട് സിജോ ബ്രദർ. ചോദിച്ചോളൂ. ഞാൻ ചോദിക്കട്ടെ, ഈ ഈ ഈ ജലീലിനെ എന്തുകൊണ്ട് നമുക്ക് തുറങ്കിൽ അടച്ചുകൂടാ? എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആള് പറഞ്ഞ ആസാദി കാശ്മീർ എന്ന് പറഞ്ഞ കാര്യം എനിക്ക് മനസ്സിലായി. പക്ഷെ ഇന്ത്യൻ ഓക്യുപ്പൈഡ് കാശ്മീർ എന്ന് പറയാൻ ആൾക്ക് എന്താ അവകാശം? ആൾ ഇന്ത്യക്കാരനായിട്ട് ഇരുന്നു കൊണ്ട് ചെയ്തത് പൂർണ്ണമായിട്ടൊരു രാജ്യദ്രോഹ കുറ്റമാണ്. ഇതേപോലുള്ള ചെറ്റകളെ പിടിച്ച് ജയിലിൽ അടയ്ക്കണം എന്ന് തന്നെയാണ് ഭൂരിഭാഗം ഇന്ത്യൻസിന്റെയും ആഗ്രഹം. അതിനെപ്പറ്റി എനിക്ക് കൊടുത്തോട്ട് സാറിന് എന്തെങ്കിലും പറയാനുണ്ടോ? പറയും. തീർച്ചയായിട്ടും ഇത് രാജ്യദ്രോഹ കുറ്റമാണ്. സാറേ, ഞാൻ പറഞ്ഞല്ലോ, ഒരു മുസൽമാൻ ഒരിക്കലും പാകിസ്ഥാനെതിരെ, ഒരു യഥാർത്ഥ മുസ്ലിമിന് കേട്ടോ, അതായത് യഥാർത്ഥ മതം പഠിച്ച ഒരു മുസ്ലിമിന് ഒരിക്കലും പാകിസ്ഥാനെതിരെ നിൽക്കാൻ സാധിക്കില്ല. കാരണം മുസ്ലിമിന്റെ തെറ്റിനെ മറയ്ക്കണം എന്ന് ഹദീസ് കൃത്യമുണ്ട്. മുസ്ലിമിന്റെ തെറ്റിനെ മറ്റൊരു മുസ്ലിം മറച്ചു വെക്കണം. 2, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം നടന്നാൽ യഥാർത്ഥ മുസ്ലിം ആണെങ്കിൽ അവന്റെ മനസ്സ് പാകിസ്ഥാനിലായിരിക്കും. ഖുറാൻ പഠിച്ചവന്റെ, ഹദീസ് പഠിച്ചവന്റെ മനസ്സ് പാകിസ്ഥാൻ അനുകൂലമായിരിക്കും. കാരണം ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ വധിക്കരുത്, സ്വർഗം പോവും. നോക്കണം, ഒരു പടയാളി, ഇന്ത്യക്കാരനായ ഒരു പടയാളിക്ക് അവൻ മുസ്ലിം ആണെങ്കിൽ ഒന്നിൽ അവൻ ഇസ്ലാം ഉപേക്ഷിക്കേണ്ടി വരും, അല്ലെങ്കിൽ ഖുറാനാ പഠിക്കുന്നെങ്കിൽ അപ്പുറത്തിരിക്കുന്ന മുസ്ലിമിനെ കൊല്ലാൻ പറ്റില്ല, ഒരു കാരണവശാലും ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോ സ്വാഭാവികമായിട്ട് ഇസ്ലാമിക രാജ്യമായ പാകിസ്ഥാൻ ഉണ്ടാക്കിയ പാർട്ടിയാണ് മുസ്ലിം ലീഗ്. അപ്പോ ആ പാർട്ടിയിൽ നിന്ന് പുറത്തു വന്ന ആളാണ് നമ്മളുടെ KT ജലീൽ. ഇനി KT ജലീലിന്റെ മറ്റൊരു ചരിത്രമുണ്ട്. അതെന്തെന്നാ, അയാൾ പഴയ സിമി പ്രവർത്തകനാണ്. ഒരു സ്വതന്ത്ര ഇസ്ലാമിക രാജ്യത്തിന് വേണ്ടി വാദിക്കുന്ന മൗദൂദിയുടെ ജമാഅത്തെ ഇസ്ലാമിക്ക് വൻ സ്വീകാര്യതയുള്ള സ്ഥലമല്ലേ പാകിസ്ഥാൻ? വമ്പിച്ച സ്വാധീനമുള്ള സ്ഥലമാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് അവിടുത്തെ ഒരു മനുഷ്യന് എടുക്കാവുന്ന ഒരു സ്വാഭാവിക തീരുമാനമാണ് ജലീൽ ഇന്ന് പറഞ്ഞത്. അസ്വാഭാവികതയില്ല. ഇനി ഇന്ത്യയിൽ അതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്നാണ് താങ്കൾ പറഞ്ഞതെങ്കിൽ തീർച്ചയായിട്ടും ഈ രാജ്യം രാജ്യദ്രോഹ കുറ്റം എടുത്തേ പറ്റുള്ളൂ. കാരണം എന്താ, ഇന്ത്യൻ ഒക്കുപ്പൈഡ് കാശ്മീർ എന്നൊരു പ്രയോഗം ജലീൽ പറയാൻ പാടില്ലായിരുന്നു. അത് നിയമവിരുദ്ധമാണ്. ഇന്ത്യ ഒരു രാജ്യം അധീനപ്പെടുത്തി വെച്ചിട്ടില്ല. ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ് ജമ്മു ആൻഡ് കാശ്മീർ. നമുക്കറിയാം, ഈ സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞിട്ട് ഇന്ത്യക്കെതിരെ സമരം ചെയ്ത ഒരു രാജ്യമാണ് കേരളം. മനസ്സിലായിക്കോണം, ഇന്ത്യക്കെതിരെ സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞ് ഞങ്ങൾ ഇന്ത്യൻ യൂണിയന്റെ ഭാഗമാകുന്നില്ല എന്ന് പറഞ്ഞ് സമരം ചെയ്ത ആളാണ് സർ CP. ആ സർ CPയുടെ അദ്ദേഹം ആഗ്രഹിച്ചത് അമേരിക്ക പോലെ കേരളം ഭരിക്കണമെന്നാണ്. ഒരു പ്രസിഡന്റ് അദ്ദേഹം അതിന്റെ ഭാഗമാകണം, ഇന്ത്യൻ യൂണിയനിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ
അതിനെതിരെ സർസിപിക്കെതിരെ ഇവിടെ കലാപം പൊട്ടിപ്പുറപ്പെട്ടു. സർസിപിക്കെതിരെ കലാപം പൊട്ടിപ്പുറപ്പെട്ട് സർസിപി വഴങ്ങുന്നില്ല. ഒരു തരത്തിലും വഴങ്ങാതെ വന്ന കമ്മിറ്റിയിൽ വെച്ച് മണി എന്ന് പേരായിട്ടുള്ള ഒരു മനുഷ്യൻ, അദ്ദേഹം ആരോ പറഞ്ഞോടെ ഈ സർസിപി എന്ന് പറഞ്ഞവനെ അങ്ങ് വെട്ടിക്കഴിഞ്ഞാൽ പ്രശ്നം തീർന്നല്ലോ എന്ന് പറഞ്ഞു. വരും വഴിക്ക് ഈ തേങ്ങ വെട്ടുന്ന വലിയ കൊടുവാളിന് സർസിപിക്കിട്ട് വെട്ടിയിട്ട് സർസിപിയുടെ മൂക്കാണ് പോയത്, തല പോയില്ല, തലക്കിട്ട് വെട്ടിയതാണ്. ആ വെട്ടി ചരിത്രത്തിൽ ഇടം പിടിച്ചു. ഈ മണി ഭയങ്കര ഹീറോ ആയി പിൽക്കാലത്ത്. അതിനു മുമ്പ് ആരെയും ഉപദ്രവിച്ചിട്ടില്ലാത്തൊരു മനുഷ്യനാണ്. സർസിപി അതോടെ നയം മാറ്റി. അങ്ങനെയാണ് നമ്മുടെ തിരുവിതാംകൂർ ഇന്ത്യയുടെ ഭാഗമായിട്ട് വരുന്നത്. അപ്പൊ ഇവിടെ നിന്നുകൊണ്ട് നമ്മൾ കേരളം കണ്ടിട്ട് പറയാണ് ഇന്ത്യൻ അധിനിവേശ കേരളം എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നാട്ടുരാജ്യങ്ങളായിരുന്നു പണ്ട്. പക്ഷെ 47 ശേഷം നമ്മളെ ഇന്ത്യ എന്ന് പറയുന്ന ഒരു യൂണിഫോമിറ്റി ഉള്ള ഒരു രാജ്യത്തിന്റെ ഭാഗമായി നമ്മൾ നിൽക്കുകയാണ്. അപ്പൊ കാശ്മീരിന് പ്രത്യേക പദവിയും പരിഗണനയൊക്കെ കൊടുത്തിരുന്നു. അടുത്ത കാലത്ത് അതിൽ എടുത്തു കളഞ്ഞു. അതിന്റെ ആവശ്യമൊന്നുമില്ല. ഇനി കാശ്മീരിനെ അങ്ങനെ വെച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. ഇന്ത്യയുടെ ഭാഗമായിട്ട് ഇന്ത്യയിൽ ലയിപ്പിച്ചു. തീർച്ചയായിട്ടും അത് നമ്മുടെ ബഹുമാനപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി ഏറ്റത് ഏറ്റവും ശ്രേഷ്ഠകരമായ തീരുമാനം തന്നെയാണ്. അല്ലെങ്കിൽ കൊള്ളയും കൊലപാതകങ്ങളും അധോലോകവുമായിട്ട് പെരുകുന്ന സ്ഥലമായിട്ട് കാശ്മീർ മാറുമായിരുന്നു. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞോളട്ടെ. ഈ കാശ്മീരിന് പ്രത്യേക പരിഗണന എന്ന് പറയുന്നത് കേട്ടാലോർക്കും അതെന്തോ അത്യാവശ്യത്തിന് വേണ്ടി കൊടുത്ത അന്ന് ചെയ്തു വെച്ച അബദ്ധമാണ്. അവർ ഇന്ത്യൻ യൂണിയൻ ലയിച്ചു കഴിഞ്ഞപ്പോഴേക്ക് സംഭവിച്ചുകൊണ്ടിരുന്നത് എന്താണ്? വളരെ ഉദാരമായിട്ട് അവിടെയുള്ള ജനതയ്ക്ക് ടാക്സ് കുറച്ചു കൊടുക്കുന്നു. അവിടെയുള്ളവർക്ക് മറ്റൊന്നും കിട്ടാത്ത ഒട്ടേറെ സൗജന്യങ്ങൾ കൊടുക്കുന്നു. അവർക്ക് ഇന്ത്യയിൽ എവിടെയും സ്ഥാപനങ്ങൾ ആരംഭിക്കാം. പക്ഷെ മറ്റ് ഇന്ത്യക്കാർക്ക് അങ്ങോട്ട് പ്രവേശിക്കുന്ന അനുമതി വേണം. അതുകൊണ്ടാണ് പണ്ട് കാലത്തൊക്കെ നമ്മൾ ഈ ചിട്ടി കമ്പനികളുടെ ഹെഡ്ക്വാർട്ടേഴ്സ് കാണും. ജമ്മു ആൻഡ് കാശ്മീർ, അവിടെയാണ് അതിന്റെ ഹെഡ്ക്വാർട്ടർ. അവിടെ ഇരുന്നു കൊണ്ട് അവർ ലോകത്ത് മൊത്തം ചിട്ടി നടത്തുക. പക്ഷെ നമുക്ക് ജമ്മു കാശ്മീരിൽ പോയി ചിട്ടി നടത്താൻ ഒക്കത്തില്ല. അപ്പോ ജമ്മു കാശ്മീരിൽ രജിസ്റ്റർ ചെയ്ത ഒരു സ്ഥാപനത്തിന് കേരളത്തിൽ വരെ ബ്രാഞ്ചിടാം. അതുകൊണ്ട് ഇവിടുത്തെ ചില മാന്യന്മാരെന്ന് ചോദിച്ചാൽ ജമ്മു കാശ്മീരി ഹെഡ്ക്വാർട്ടേഴ്സ് കാണിച്ചിട്ട് പരിപാടിയല്ല ഇവിടെ തന്നെ നടക്കുന്നത്, അവിടെ പോയി പിടിക്കാനും നോക്കത്തില്ല. ഇങ്ങനത്തെ രീതിയിലൊന്നും ഇപ്പൊ ലക്ഷദ്വീപ് ഇങ്ങനെ കുറെ സുഖങ്ങൾ അനുഭവിക്കുന്നുണ്ട്, ഇതുപോലത്തെ ചില പരിഗണനകൾ അനുഭവിക്കുന്നുണ്ട്. ഇതെന്താണ് സുഹൃത്തെ? ഈ മുസ്ലിം ഉള്ള സ്ഥലത്ത് മാത്രം അവർക്ക് മറ്റേ ഇല്ലാത്തൊരു പരിഗണന കൊടുക്കണമെന്ന പ്രതിജ്ഞാബദ്ധത ഭരണകൂടത്തിനുണ്ടാകുന്ന എന്തുകൊണ്ടാ? മറ്റേ ആർക്കും ഈ സൗണ്ട് ഹോൺ ഉപയോഗിക്കാൻ അനുവാദമില്ല. ഇവർക്ക് ബാങ്ക് വിളിക്കാൻ അനുവാദമുണ്ട്. സാധാരണഗതിയിൽ 10 മണിക്ക് മുമ്പ് എല്ലായിടത്തും മൈക്ക് ഓഫ് ചെയ്യണം. പക്ഷെ മുസ്ലിങ്ങൾക്ക് 12 മണിക്ക് ഇവിടെ മതപ്രഭാഷണം നടത്താം. ഇതെന്ത് ഇവർക്ക് മാത്രം? നികുതി അടയ്ക്കുന്ന മറ്റുള്ളവർക്ക് ഇല്ലാത്ത പരിഗണന ഇവർക്ക് എന്താണ്? അത് ഇടത് വലത് സർക്കാരുകൾ ഇവിടെ കൊടുത്തു. കോൺഗ്രസ് സർക്കാർ ഇന്ത്യ ഭരിക്കുമ്പം നെഹ്റുവിന്റെ കാലം മുതൽ ഇങ്ങോട്ട് വല്ലാത്ത പരിഗണനകൾ കൊടുത്തു. അപ്പോ ഇതെല്ലാം കിട്ടിയിട്ട് ഇന്ത്യയെ ദ്രോഹിക്കുക. അപ്പൊ ദ്രോഹിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ജലീൽ എടുത്തിട്ടുള്ള ഈ നടപടി. ജലീലിന്റെ ഈ വാക്കുകൾ അത് തികച്ചും ഇന്ത്യ വിരുദ്ധമാണ്, ഭരണഘടനാ വിരുദ്ധമാണ്. അത് കോർട്ടിലേക്ക് എത്തി വാദം വരുന്ന ഘട്ടത്തിൽ സമർത്ഥനായ ഒരു അഭിഭാഷകൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജലീൽ അകത്ത് പോകത്തക്ക കുറ്റം തന്നെയാണ്. കാരണം ഇത് കേവലമായ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അല്ല, അത് ഉള്ളിൽ കിടക്കുന്ന ഉറഞ്ഞുകൂടി കിടക്കുന്ന പാകിസ്ഥാനി വിധേയത്വമാണ് ജലീലിലൂടെ പുറത്തു വന്നത്. അത് പറയാതിരിക്കാൻ തരയില്ല. പിന്നെ ഇതിന്റെ ശിക്ഷണ നടപടിയും കാര്യങ്ങളും ഒക്കെ എത്ര നാൾക്കുള്ളിൽ ഉണ്ടാകുമെന്നൊന്നും നമുക്ക് പറയാനായിട്ടാവില്ല. കാരണം ഇത് ഇന്ത്യയുടെ ജുഡീഷ്യറിയുടെ മെല്ലപ്പോക്ക് നയം നമുക്കറിയാമല്ലോ. കോടിക്കണക്കിന് ഏതാണ്ട് 4 കോടി കേസ് കെട്ടിക്കിടക്കുന്ന സ്ഥലമാണ് ഇന്ത്യയുടെ ജുഡീഷ്യറി എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് എത്ര പെട്ടെന്ന് ആക്ഷൻ വരുമെന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഇതൊക്കെ സീരിയസ് ആയിട്ട് എടുക്കേണ്ടതാണ്. ഇവരെ കേവലം ഒരു വാക്കിന്റെ പേരിലല്ല, ഇവരൊക്കെ റെയ്ഡ് ചെയ്ത് പിടിക്കണം. എന്തെല്ലാം പരിപാടികൾക്ക് ഇവരുടെ വീടുകൾ ഉപയോഗിക്കുന്നു, ഇവരുടെ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നൊക്കെ പഠിക്കണം. ഗവൺമെന്റ് ഇവരെ നോട്ട് ചെയ്യണം. കാരണം പാകിസ്ഥാനിലേക്കാണെന്ന കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല.